ആശുപത്രിയിൽ നിന്ന് ജെയിംസ് എന്ന് വരുമെന്നാണ് ജോണി പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞ് വരുമെന്നാ പറഞ്ഞു കേട്ടത്. അവൻ കൂട്ടുകാരന് വേണ്ടി ചാകാൻ നടക്കുന്നു. ഇതിലും വലിയ കൂട്ടുകെട്ടുകൾ പൊട്ടിപ്പോയിരിക്കുന്നു. ജീവന് തുല്യം സ്നേഹിച്ച പെണ്ണുവരെ പിരിഞ്ഞുപോയെന്നല്ലേ പറഞ്ഞത്. ഞങ്ങളുടെയൊക്കെ കാലത്ത് കല്യാണം കഴിയുന്നതിന് മുമ്പ് പുരുഷന്റെ മുഖത്ത് നോക്കാൻ കഴിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണെന്നോ ഞാൻ ജോണിയുടെ അപ്പന്റെ മുഖം തന്നെ ഒന്ന് കാണുന്നത്. വാസ്തവത്തിൽ ഈ ആണുങ്ങൾ പാവങ്ങളാണ്. പെണ്ണുങ്ങളെ കൊണ്ട് എത്ര പെട്ടെന്ന് മറക്കാനും ഒളിക്കാനും കഴിയുന്നു. പക്ഷേ ഈ പുരുഷ മുഴുവൻ ജോലി ചുമക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് നീ അവനോടൊന്ന് പറയണം. മിസ്റ്റർ ജെയിംസിന്റെ കാര്യത്തിൽ എനിക്കിതുവരെ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. വ്യത്യസ്തമായ കാരണങ്ങളാണ് അയാൾ പലപ്പോഴും പറയുന്നത്. അത് തന്നെ മാനസിക രോഗത്തിന്റെ പ്രധാന ലക്ഷണമാണല്ലോ. ജെയിംസ് വായിക്കുന്ന പുസ്തകങ്ങൾ അധികവും ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. കോളേജിലിരുന്ന കാലത്ത് അയാൾക്കതൊന്നും താല്പര്യമില്ലായിരുന്നാണ് ജോണി പറഞ്ഞത്. മാനസികമായി അയാൾ കൂടുതൽ ഉയർന്നുവെന്നല്ലേ അത് തെളിയിക്കുന്നത്? ആയിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് മറ്റേതോ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അയാൾ ഈ പുസ്തകങ്ങൾ അഭയം തേടുന്നത്. ജോണി ഒഴിച്ച് അയാൾക്ക് സുഹൃത്തുക്കൾ ആരും ഇല്ലാത്തതാണ് വലിയ ബുദ്ധിമുട്ട്. ബാങ്കിൽ പോലും അയാൾ ഒറ്റപ്പെട്ടവനെ പോലാണല്ലോ കഴിയുന്നത്. ഏതായാലും ജെയിംസുമായി ഞാൻ ഒന്നുകൂടി സംസാരിക്കട്ടെ. ഒരുപക്ഷെ മുമ്പ് പറയാത്ത പുതിയ കഥകൾ എന്തെങ്കിലും കിട്ടിയാലോ? ശരിയാണ്. എന്തൊരു ശല്യമായത്! എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്നോടല്ലേ പറയേണ്ടത്? മരുന്ന് കഴിക്കേണ്ടത് രോഗികളല്ലേ? എന്റെ ഡ്യൂട്ടി നിങ്ങളെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് രോഗമില്ല. അത് ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത്. എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പോഴും മരുന്ന് കഴിക്കും. തീരുമാനമൊക്കെ നമുക്ക് പിന്നെ ആവാം. അത് നീ നിന്റെ കാമുകനോട് പറഞ്ഞാൽ മതി. അനാവശ്യം പറയുന്നു. ഞാൻ കുടുംബത്തിൽ പറഞ്ഞോളാം. ഞങ്ങളെയൊക്കെ പെറ്റിട്ടത് റോഡില. കാര്യമായ അസുഖമൊന്നും ഇല്ലെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. അത് വെറുതെയാ. അങ്ങേരൊരു പഴയ കാമുകനാ. ഈ ഗുളിക കഴിക്കും. എനിക്ക് വേറെ ജോലിയുണ്ട്. ഓ, കാമുകൻ വരാൻ നേരമായല്ലേ? ഇതെങ്ങനെ അറിഞ്ഞു? ആദ്യത്തെ കാമുകനുമായി നീ പിണങ്ങിയത് വലിയ തെറ്റായിപ്പോയി. അതുമറിയാമോ? അറിയാം. ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം എനിക്കറിയാം. അയാളുടെ സ്വഭാവം മഹാമോശമായിരുന്നു. നിനക്ക് മറ്റൊരാളുമായി സ്നേഹമുണ്ടെന്ന് പറഞ്ഞല്ലേ അയാൾ പിണങ്ങിയത്? ഏയ് കാമുകിനെ, ആണുങ്ങൾ നിനക്ക് പന്താടാനുള്ള വിനോദവസ്തുവല്ല. പ്രേമം ദിവ്യമാണ്. കൊണ്ടുപോകാ ഗുളിക. കൈനോട്ട് അറിയാമോ? എല്ലാ നോട്ടവും അറിയാം. നീ ഇപ്പൊ പോ. മാനസികമായി മിസ്റ്റർ ജെയിംസിന് എന്തെങ്കിലും അസുഖമുള്ളതായി എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അവന്റെ ഈ പ്രേമനൈരാശ്യം മാറ്റിയെടുക്കാനാണ് എന്തെങ്കിലും ഒരു മാർഗം ഡോക്ടർ നോക്കേണ്ടത്. പഴയ കാമുകിയെ കാണാൻ ഇപ്പോഴും സൗകര്യമുണ്ടോ? ഇല്ല. വീട്ടിൽ നിന്നിറങ്ങിയ ബാങ്ക്, ബാങ്കിൽ നിന്നിറങ്ങിയ വീട്, വേറെ ഒന്നും പോകാറില്ല. കൂടെ കൂടെ കാമുകിയെ കാണാതെ ഈ വിചാരം ഇത്ര ശക്തിയാൻ വഴിയില്ല. ഒരു ഫോട്ടോ അവന്റെ കയ്യിലുണ്ട്. സമയം കിട്ടിയാൽ അത് നോക്കിയിരിക്കുന്നത് കാണാം. മതിയല്ലോ, ഓർമ്മിക്കാൻ ധാരാളം മതി. ആ ഫോട്ടോ അവിടെ നിന്ന് മാറ്റുന്നതാണ് നല്ലത്. അതെങ്ങനെയെങ്കിലും ഞാനെടുത്ത് മാറ്റാം ഡോക്ടർ. അച്ഛനി, നീയും കൂടെ നോക്ക്. ഇതിനകത്ത് എവിടെയെങ്കിലും കാണും. നീ എന്താ മോനെ തരുന്നത്? അവന്റെ സാധനങ്ങളൊക്കെ വലിച്ചു കയറിയിട്ടല്ലോ. ആ ഫോട്ടോ എടുത്ത് മാറ്റണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ എങ്ങനെ കാണാനാ? അവൻ കൂടെ കൊണ്ടുപോകാതിരിക്കുമോ? സാർ, ഫോൺ വന്നിരിക്കുന്നു കമ്പനിയിൽ നിന്ന്. അച്ഛനി, നീ നോക്ക്, അമ്മ സഹായിക്കുന്നേ.
തമാശകളാ ബാങ്ക് സാറേ. ഓടിക്കോ. വിവരത്തിന് കത്തയക്കളാ. വരണം വരണം. എത്ര നാളായി ഈ വഴിക്കൊക്കെ ഒന്ന് വന്നിട്ട്. ചായയോ കാപ്പിയോ? മുറി മാറിപ്പോയോ? കാണുന്നുമാണ്. വേറെ ഉണ്ട്. അങ്ങോട്ടിരിക്കാം. എന്നാ നാരായണ, ഇസ്മേലേ. ഓ, ഒന്നിനെ ഒരു സമയത്ത് അന്വേഷിച്ച് കാണില്ല. എവിടെ പോയി കിടക്കുന്നു? നാരായണ, ഇസ്മേലേ, എടാ ഗോപാല. അവന്റെ മുറി ഇത് തന്നെയാ. സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടില്ലേ? ആ, നീ അവിടെ ഇരിക്കും. അവൻ പുറത്തെവിടെയെങ്കിലും കാണും. ഞാൻ പോയി വിളിച്ചോണ്ടിരാം. എടാ, നീ എവിടെയായിരുന്നു? ഞാൻ വെറുതെ വെളിയിലൊന്ന് കറങ്ങി. ഇവിടെ തനിച്ചിരുന്ന് വല്ലാതെ മുഷിഞ്ഞു കാണും. നമ്മുടെ ശ്രീമതി ഇവിടെ വിട്ടിട്ട് പോകുന്നു. ഞാൻ ഓഫീസിൽ നിന്നും വരുന്നത് വരെ നിനക്കൊരു കൂട്ടായി അല്ലേ പത്മിനി? അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ജോണി. എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു വിഷമവുമില്ല. സുന്ദരികളായ നേഴ്സുമാരുണ്ട്, സുന്ദരന്മാരായ അരക്കെറുക്കന്മാരും ഉണ്ട്. പത്മിനി, നിന്നെ പറഞ്ഞയക്കാൻ ഇവൻ പലതും പറയും. നീ പോയിക്കളയരുത്. ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴി നമുക്ക് ഒരുമിച്ച് പോവാം. എടാ, ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. നിന്റെ ആ പഴയ പ്രേമകഥയില്ലേ, അത് ഇവിടെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കും. ഞാൻ പറ്റേ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ ജെയിംസിനെ കണ്ടില്ലേ? കണ്ടു. എന്റെ മിസ്സസ് മുറിയിലുണ്ട്. ദാറ്റ്സ് ഗുഡ്. സംസാരിക്കാൻ ആളായല്ലോ. ആ സിസ്റ്റർ, നമ്മുടെ ശ്രീമതിയെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ മറ്റേ ഡോക്ടർ. ഓക്കെ, വൈകിട്ട് കാണാം.